തന്റെ കയ്യിലെ രുദ്രാക്ഷം എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിൽ തന്നെയിരുന്നതെന്ന് ഹരിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരാത്മാവിനോടായിരുന്നോ? ഹരിക്ക് തലയ്ക്ക് പെരുപ്പ് പോലെ തോന്നി. പാടില്ല, ഭയക്കരുത്, താനൊരു പോലീസ് ഓഫീസറാണ്, മനോധൈര്യം കൈവിടരുത്. ഹരി പെട്ടെന്ന് താഴേക്കിറങ്ങി ഫോൺ എടുത്തു. മറ്റുള്ളവരെ വിവരം അറിയിച്ചു. ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി. കുപ്പിയിലിരുന്ന വെള്ളമെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. ദുരൂഹത ഓരോ ദിവസവും കൂടി വരികയാണല്ലോ. അപ്പോഴേക്കും രാജേഷും രാഹുലും ഒക്കെ അവിടെ എത്തി, കൂടെ പോലീസും. ഹരി കാറിൽ നിന്നിറങ്ങി അവർക്കൊപ്പം അകത്തേക്ക് നടന്നു. റൂമിലെ ബെഡിൽ അർദ്ധനഗ്നനായി മരിച്ചു കിടക്കുകയായിരുന്നു മാധവ്. അവന്റെ കണ്ണുകൾ തുറിച്ചുന്തിയിരുന്നു. കഴുത്തിലെ വെയിൻ മുറിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അപ്പോഴും ബ്ലഡ് ഒഴുകി പരക്കുന്നുണ്ടായിരുന്നു. വയർ പിളർന്നതുപോലെ കീറിയിരുന്നു. മരണം നടന്നിട്ട് അധിക നേരമായിട്ടില്ല. ബോഡി പരിശോധിച്ച് മുജീബ് പറഞ്ഞു. ഹരിയും കൂട്ടരും ആ റൂം മുഴുക്കെ അരിച്ചുപെറുക്കാൻ തുടങ്ങി. ബാത്റൂമിന്റെ ഡോർ ഉള്ളിൽ നിന്നും ലോക്കായിരുന്നു. ഹരി, ആരോ അകത്തുണ്ട്. രാഹുൽ ഡോർ മുട്ടി നോക്കി. ഡോർ തുറന്നില്ല. അവൻ ഡോറിൽ 3-4 വട്ടം ആഞ്ഞടിച്ചപ്പോൾ ഡോറിനൊപ്പം രാഹുൽ കൂടി അകത്തേക്ക് വീണു. അവൻ ഒന്നേ നോക്കിയുള്ളൂ, ഒരു പെണ്ണ്, അതും പൂർണ്ണ നഗ്നയായി അവൾ നിലത്ത് കിടക്കുകയാണ്. രാഹുൽ പെട്ടെന്ന് പുറത്തിറങ്ങി ഹരിയോട് കാര്യം പറഞ്ഞു. റൂമിലെ കാർബോർഡിലിരുന്നൊരു ഷീറ്റെടുത്ത് രാഹുൽ അവളുടെ ദേഹത്തേക്കിട്ടു. ജീവനുണ്ട് ഹരി. ആരാണെന്ന് നോക്കൂ രാഹുൽ, വേഗം. മുഖമാകെ വീണുകിടക്കുന്ന മുടി രാഹുൽ പതുക്കെ മാറ്റി. ആ മുഖം കണ്ട് ഹരി സ്തംഭിച്ചു നിന്നു. ദേവു. അവന്റെ ചുണ്ടുകൾ ആ പേരുരുവിട്ടു. ഒരു നിമിഷം ഹരി അവൾക്കരികിലേക്കിരുന്നു. നെറ്റിയിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. തലയിടിച്ചു വീണതാണ്. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹരിദേവുവിനെ ഷീറ്റിൽ പൊതിഞ്ഞ് കൈകളിൽ കോരിയെടുത്ത് താഴേക്കിറങ്ങി. താഴെ വെയിറ്റ് ചെയ്തിരുന്ന ആംബുലൻസിൽ അവളെ കിടത്തി. ഹരി കേറാനൊരുങ്ങിയപ്പോൾ രാഹുൽ തടഞ്ഞു. കൂടെയുണ്ടായിരുന്ന വനിതാ പോലീസിനെ കൂടെ അതിൽ കയറ്റിവിട്ടിട്ട് ഹരിയുടെ കൈയും പിടിച്ച് രാഹുൽ മുകളിലേക്ക് നടന്നു. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. അപ്പോഴും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഹരി. രാജേഷ് അവനരികിലേക്ക് വന്നു. ഹരി. രാജേഷ് വിളിച്ചത് കേട്ട് ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ താഴേക്കിറങ്ങിപ്പോയി. താഴെ അപ്പോഴേക്കും വിവരങ്ങൾ അറിഞ്ഞ് മാധവിന്റെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. ഈ അവസ്ഥയിൽ അവരെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കണോ? രാജേഷ് ഹരിയോട് ചോദിച്ചു. ഹരി ഒന്നും മിണ്ടാതെ മാധവിന്റെ അച്ഛനടുത്തേക്ക് ചെന്നു. മിസ്റ്റർ മഹാദേവൻ. അയാൾ മുഖമുയർത്തി ഹരിയെ നോക്കി. ഈ അവസ്ഥയിൽ ചോദിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഹരി ഒന്ന് നിർത്തി. ചോദിച്ചോളൂ സർ. എന്റെ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊന്നുകളഞ്ഞത് ആരാണെന്നറിയണം ഞങ്ങൾക്ക്. മാധവിന് ശത്രുക്കൾ ആരെങ്കിലുമുണ്ടോ? എന്റെ അറിവിൽ അവന് ശത്രുക്കളൊന്നുമില്ല സർ. അവൻ വളരെ നല്ല കുട്ടിയാണ്. ഒരു വഴക്കിനോ അടിക്കോ ഒന്നിനും പോകില്ലായിരുന്നു. അവന് ജോലി, വീട്, അതായിരുന്നു. മാധവിന് ദുശീലങ്ങൾ വല്ലതുമുണ്ടായിരുന്നോ? ഐ മീൻ സ്മോക്കിംഗ്, ലിക്കർ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല സർ, എന്റെ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ലായിരുന്നു. ജോലി കഴിഞ്ഞു വന്നാൽ അവന്റെ റൂമിൽ തന്നെയാണ്. ഫുഡ് കഴിക്കാൻ വരും താഴേക്ക്. എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കരുതെന്ന് പറയുമ്പോൾ പറയും, വർക്കുണ്ട് പപ്പ, അതുകൊണ്ടല്ലേ എന്ന്. ദേവയാനിയെ അറിയുമോ? ഉവ്വ് സർ, ആ കുട്ടി ഇവിടെ വരാറുണ്ട്. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഹരി ഒരു കവർ ഉയർത്തിക്കാട്ടി. അയാൾ അതിലേക്ക് നോക്കി. മിസ്റ്റർ മഹാദേവൻ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇത് മാധവിന്റെ മുറിയിൽ നിന്നും കിട്ടിയതാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഡ്രഗ്സ്, MDMA എന്ന മാരകമായ ഡ്രഗ്സ്. സർ, മഹാദേവൻ ദയനീയമായി വിളിച്ചു. താങ്കളുടെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നെനിക്ക് പറയാൻ കഴിയില്ല. മാധവ് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ എന്നും അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ അറിയാനാകൂ. ഹരി അതും പറഞ്ഞ് അയാളുടെ തോളിലൊന്ന് തട്ടി പുറത്തേക്ക് നടന്നു. കാറിനരികിൽ ചെന്നപ്പോൾ രാജേഷും രാഹുലും ഉണ്ടായിരുന്നു. അവർ കാറിലേക്ക് കയറി. ഹരി, ദേവു, അവൾ എങ്ങനെ എത്തി ഇവിടെ? നമ്മുടെ അന്വേഷണം ദുരൂഹത നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രാജേഷ്. ആദിത്യൻ കേസുമായി ഒരുപാട് പേർക്ക് ബന്ധമുണ്ട്. അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും പല ജീവനുകളും നഷ്ടമാകും. രാജേഷ്, ഈ കൊലപാതകങ്ങൾക്കൊന്നും ഒരു തുമ്പുമുണ്ടാകില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മേലെയാണ് കാര്യങ്ങൾ. എന്നുവെച്ചാൽ? രാജേഷ് മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. ഈ കൊലപാതകവും ഒരു തുമ്പും കിട്ടില്ല രാജേഷ്. എന്തുകൊണ്ടെന്നാൽ ഇത് ചെയ്തതും ആ ആത്മാവാണ്.
അതെങ്ങനെ നിനക്കറിയാം? രാജേഷ് ചോദിച്ചു. അറിയാം. എന്തെന്നാൽ എന്നെ ഇവിടെ എത്തിച്ചതുപോലും ആ ആത്മാവാണ്. ദേവയാനിയും കൊല്ലപ്പെടേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. എന്താ നിന്റെ അടുത്ത പ്ലാൻ? നിനക്കു വേണ്ടി വിവാഹമാലോചിച്ച പെണ്ണല്ലേ ദേവു? അവൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ? നിനക്കറിയില്ലായിരുന്നോ? അവൾക്ക് ബോധം തെളിഞ്ഞാൽ മാത്രമേ അറിയാനാകൂ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഹരിയൊന്നു മൂളി. കാർ ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നു. ഹരിയും രാഹുലും പുറത്തേക്കിറങ്ങി. ആ ഹരി, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. നല്ല തലവേദന, രാജേഷ് പറഞ്ഞു. എങ്കിൽ നീ പോയി റെസ്റ്റ് എടുത്തോ. വരണ്ട, ഞങ്ങളങ്ങ് വന്നേക്കാം. ഹരി രാഹുലിനെയും കൂട്ടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു. നാരായണേട്ടാ, കടുപ്പത്തിലൊരു ചായ കൊണ്ടുവന്നേ, നല്ല തലവേദന, വിളിച്ചു പറഞ്ഞിട്ട് അവൻ റൂമിലേക്ക് പോയി. ഡ്രസ് ചേഞ്ച് ചെയ്ത് ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. നെറ്റിയിലൂടെ ആരോ തഴുകുന്നതറിഞ്ഞാണ് അവൻ കണ്ണുകൾ തുറന്നു നോക്കിയത്. അവനരികിൽ ബെഡിലായി ഇരിക്കുകയായിരുന്നു ആവണി. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. തലവേദനയെന്നല്ലേ പറഞ്ഞത്? അച്ഛനില്ല, എന്തോ അത്യാവശ്യമായി കവലയിൽ പോയതാ. അവളുടെ വിരലുകൾക്കെന്തോ മാന്ത്രികതയുള്ളതുപോലെ അവന് തോന്നി. കുറച്ചുനേരം അവൾ തലോടിയപ്പോൾ തലവേദന എങ്ങോട്ടോ പോയ പോലെ. ദാ ചായ. അവൾ ചായയെടുത്ത് അവന് നീട്ടി. അവൻ എഴുന്നേറ്റ് ചായ വാങ്ങി. പോകാനായി ഒരുങ്ങിയ ആവണിയെ അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ എനിക്ക് ദേഷ്യം? എന്നോടല്ലേ ദേഷ്യമേട്ടന്? അവൾ ചോദിച്ചു. രാജേഷ് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ അന്ന് ചോദിക്കാതെ പോയൊരു കാര്യം ഇപ്പോൾ ചോദിക്കട്ടെ? അവൾ ചോദ്യരൂപത്തിൽ അവനെ നോക്കി. അന്നത്തെ ആ ഇഷ്ടം ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെയുണ്ട്. തനിക്കിഷ്ടമാണോ എന്നെ? അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒരുപാട് കൊതിച്ചതാണ് ഈ നാവിൽ നിന്ന് ഇങ്ങനെയൊന്ന്. പക്ഷെ ഒരിക്കൽ പോലും പറഞ്ഞില്ല, ചോദിച്ചില്ല, ഒരവസരവും തന്നില്ല. എന്നിട്ടും പറയാനായാണ് അന്ന് ഞാൻ വന്നത്. പക്ഷേ ആവണി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. ഇനിയൊരിക്കലും കാണാനാകില്ലെന്ന് കരുതിയതാണ് ഞാൻ. എവിടെയാണ്, എന്താണ്, ഒന്നും അറിയാൻ കഴിയാതെയായപ്പോൾ എന്നോടുള്ള ഈ പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അപ്പോൾ നീ പറയാതിരുന്നത് ആവണി? അവളുടെ കണ്ണുകളിൽ വിടരുന്നത് പ്രണയപുഷ്പങ്ങളാണെന്ന് രാജേഷ് കണ്ടു. അവന്റെ നോട്ടത്തിൽ അവൾ നാണത്താൽ പൂത്തുലഞ്ഞു. അവന്റെ കണ്ണുകൾ അവളുടെ വിറയാർന്ന ചുണ്ടുകളിൽ തങ്ങി നിന്നു. അവനെ തള്ളിമാറ്റി അവൾ ഓടാനാഞ്ഞു. അവനെ തള്ളിമാറ്റുന്നതിനിടയിൽ അവളുടെ കൈയിൽ അവന്റെ കഴുത്തിലെ കൊന്തമാല കുരുങ്ങി. അവൾ കൈവലിച്ചതും അത് പൊട്ടി നിലത്തേക്ക് വീണു. ഓടിപ്പോകാനാഞ്ഞ ആവണിയുടെ കൈയിൽ പിടിച്ച് രാജേഷ് പിന്നോട്ട് വലിച്ചു. അവൾ തിരിച്ചും അവന്റെ ദേഹത്തേക്ക് വന്നിടിച്ചു. രാജേഷിന്റെ ബാലൻസ് തെറ്റി രണ്ടാളും ബെഡിലേക്ക് മറിഞ്ഞു വീണു. രാജേഷിന്റെ കണ്ണുകളെ നേരിടാനാകാതെ ആവണി മിഴികൾ താഴ്ത്തി. രാജേഷ് അവളുടെ മുഖം അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. പെട്ടെന്ന് തലയ്ക്ക് മുകളിൽ ഫാൻ കറങ്ങാൻ തുടങ്ങി. രാജേഷിന്റെ നോട്ടം മുകളിലേക്ക് പോയി. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. മുഖത്ത് ഭയത്തിന്റെ നിഴലുകൾ നിറഞ്ഞു. ഹൃദയമിടിപ്പ് വല്ലാതെ വേഗത്തിലായി. കൈയിലും കാലിലും മരവിപ്പ് ബാധിച്ച പോലെ തോന്നി രാജേഷിന്. അവന്റെ മുഖത്ത് വിയർപ്പ് പൊടിയാൻ തുടങ്ങി. അവന്റെ ഭാവമാറ്റം കണ്ട് ആവണി അന്തിച്ചുപോയി. എന്തുപറ്റി? അവൻ നാവ് പോലും ചലിപ്പിക്കാൻ കഴിയാതെ കിടന്നു. അവന്റെ നോട്ടം പോയ ഭാഗത്തേക്ക് ആവണി തല തിരിച്ചു നോക്കി. ഒരു വട്ടമേ നോക്കിയുള്ളൂ. ആവണിയുടെ സർവനാഡികളും തളർന്നതുപോലെ തോന്നിയവൾക്ക്. അവളും അനങ്ങാനാകാതെ കിടന്നു. ഫാനിന്റെ മുകളിലിരുന്ന ആ കറുത്ത രൂപം ഒരു ചിലന്തിയെ പോലെ തൂങ്ങി താഴേക്ക് വന്നു. അതിന്റെ നാവിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. മരണം അടുത്തെന്ന് തോന്നി രാജേഷിനും ആവണിക്കും. അഴുകിയ മാംസത്തിന്റെ ഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു. ആ രൂപത്തിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം അടർന്ന് ആവണിയുടെ ദേഹത്തേക്ക് വീണു. ഒരു നിമിഷം ബോധം മറിഞ്ഞ് ആവണി തറയിലേക്ക് ഊർന്നു വീണു. തൂങ്ങിയിറങ്ങിയ ആ രൂപം രാജേഷിനരുകിലായിരുന്നു. അതിന്റെ മുടി കാറ്റിൽ പറന്ന് അവന്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. ആ രൂപത്തിന്റെ വിരലുകൾ രാജേഷിന്റെ കഴുത്തിൽ സ്പർശിച്ചു. മാംസം അടർന്നുപോയ ആ വിരലുകളിലെ കൂർത്ത നഖം അവന്റെ കഴുത്തിലേക്ക് അമർന്നു.